കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ പോലീസ് സംരക്ഷണം ഹൈക്കോടതി പിൻവലിച്ചു. പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പെൺകുട്ടി നൽകിയ മേൽവിലാസത്തിലോ നമ്പറിലോ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നും സർക്കാർ. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആശയക്കുഴപ്പവും കൺഫ്യൂഷൻസും ഒക്കെ ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കേസാണ്. നിലവിലിപ്പോൾ എന്താണ് ഈ ഹൈക്കോടതി പോലീസ് സംരക്ഷണം പിൻവലിക്കുന്ന ഒരു പശ്ചാത്തലം എന്താണ്? കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് നേരത്തെ കോടതി ഇടപെട്ടുകൊണ്ട് പോലീസ് സംരക്ഷണം അനുവദിച്ചിരുന്നു. ആ പോലീസ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സെൻട്രൽ പോലീസിനോട് സുരക്ഷ ഒരുക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ സുരക്ഷ പോലീസ് പിൻവലിച്ചിരിക്കുകയാണ്. സർക്കാർ കോടതി, പ്രത്യേകിച്ചും പോലീസ് കോടതിയെ അറിയിച്ചത് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല, മാത്രമല്ല അവരുടെ മേൽവിലാസത്തിലും നമ്പറിലും ഒക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഒരു വിവരവും ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നില്ല. കൂടാതെ ഇത് ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ് എന്ന കാര്യവും സർക്കാർ പോലീസ് കോടതിയെ അറിയിച്ചു. പിന്നാലെയാണ് കോടതി അവരുടെ പോലീസ് സംരക്ഷണം പിൻവലിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വൈറൽ പെൺകുട്ടിയുടെ വിവാഹം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിവാദത്തിലായിരുന്നു. അതായത് പ്രായപൂർത്തിയായിട്ടില്ല എന്നതാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം. തുടർന്ന് മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് ഭർത്താവിനെതിരെ, ഫർമാനെതിരെ രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കായി മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ എത്തുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ആണ് ഇത്തരത്തിൽ പോലീസ് സംരക്ഷണം പെൺകുട്ടിയടക്കം മുന്നോട്ട് വെച്ചത്, ആവശ്യപ്പെട്ടത്. ഇതിനിടെ മധ്യപ്രദേശ് കോടതി ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു ഭർത്താവിന്റെ. ഈ ഘട്ടത്തിൽ അറസ്റ്റിനടക്കമുള്ള കാര്യങ്ങൾ കളമൊരുങ്ങി. അതോടൊപ്പം തന്നെ ഈ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സംരക്ഷണത്തിന്റെ കാര്യം പെൺകുട്ടി ഇത്തരത്തിലൊരു ഉപഹർജിയുമായി വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് വൈറൽ പെൺകുട്ടിക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. പോലീസ് സംരക്ഷണം ഇപ്പോൾ ഹൈക്കോടതി നീക്കിയിരിക്കുന്നു.